നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകളൊന്ന് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശനം നയതന്ത്ര യോഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ജക്കാർത്തയിലെത്തിയ ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നായ പ്രംബനൻ ക്ഷേത്രമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും സന്ദർശനത്തിനായി തെരഞ്ഞെടുത്തത്. ബുധനാഴ്ച രാവിലെ പ്രധാനമന്ത്രി ക്ഷേത്ര സമുച്ചയത്തിലെത്തി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മോദി പിന്തുടരുന്ന ക്ഷേത്ര നയതന്ത്രത്തിന്റെ ഭാഗമാണ് ഈ സന്ദർശനം. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ തങ്ങളുടെ രാജ്യത്തെ ക്ഷേത്രങ്ങളുടെയും പൈതൃക സ്ഥലങ്ങളുടെയും സംരക്ഷണത്തിൽ മാത്രമല്ല, ദക്ഷിണ തെക്കുകിഴക്കൻ ഏഷ്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഹിന്ദു ബുദ്ധ പൈതൃക സ്ഥലങ്ങളുടെ സംരക്ഷണത്തിലും പുനർനിർമ്മാണത്തിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കാശി മഹാദേവ ക്ഷേത്രം, മധുര കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം എന്നീ നമ്മുടെ സ്വന്തം പൈതൃകങ്ങൾ വീണ്ടെടുക്കുന്ന ജോലി യോഗിയെ ഏൽപ്പിച്ചു. രക്ഷാബന്ധൻ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന പദ്ധതിയുമായി ദില്ലി സർക്കാർ. പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞു. ഓഗസ്റ്റ് 28-ന് ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. ദേശീയ തലസ്ഥാനത്തെ സ്ത്രീകൾക്കുള്ള ഒരു പ്രധാന ക്ഷേമ മുന്നേറ്റമായിട്ടാണ് ഈ സംരംഭം കണക്കാക്കപ്പെടുന്നത്. പദ്ധതിക്ക് ആവശ്യമായ നടപടിക്രമങ്ങൾ ദില്ലി സർക്കാർ പൂർത്തിയാക്കി. ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ തയ്യാറായി. യോഗ്യതാ മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. 2026-27 വർഷങ്ങളിൽ ഈ പദ്ധതിക്കായി 5110 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ദില്ലിയിലെ ഏകദേശം 20 മുതൽ 22 ലക്ഷം വരെ സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കേരളത്തിന് ബദലായി എല്ലാ മുജത്തികൾക്കും ഒരു പർദ്ദ എന്ന സ്കീം ജമാഅത്തെ ആഭ്യന്തരം തുടങ്ങും. നിനക്കറിയോ ആ പോയ മുതൽ ആരാന്ന്? ആമിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞത് തടഞ്ഞ നഗരസഭാ ജീവനക്കാരെ ആക്രമിച്ച പ്രധാന പ്രതി പൊട്ടൻ ഷമീർ പിടിയിലായി. CPM ചാല ഏരിയ സെക്രട്ടറി സുന്ദറിന്റെ വലങ്കൈയാണ് പൊട്ടൻ ഷമീർ. നഗരത്തിൽ മുഴുവൻ മാലിന്യം വലിച്ചെറിഞ്ഞ് BJP ഭരണം മോശമാണെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള CPM നീക്കമാണ് പൊളിഞ്ഞത്. നഗരത്തെ മനഃപൂർവ്വം മലിനമാക്കി ഭരണ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നതെന്ന് മേയർ VV രാജേഷ് ചൂണ്ടിക്കാട്ടി. ഷമീറിന് CPM നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളത്. ഷമീറിനൊപ്പം CPMന്റെ ചാല ഏരിയ സെക്രട്ടറി സുന്ദർ നിൽക്കുന്ന ചിത്രവും മേയർ പുറത്തുവിട്ടു. സംഭവത്തിൽ പിടിയിലായ ഷമീർ അനധികൃതമായി മാലിന്യം ശേഖരിച്ച് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും ജലാശയങ്ങളുമായി തള്ളിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ പൊട്ടൻ ഷമീർ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. സഖാവ് ഷമീർ, അതിലുണ്ട് എല്ലാം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി ഹൈക്കോടതി. കേസിൽ വിവാദ ഉത്തരവിറക്കിയ കശുവണ്ടി വകുപ്പ് സെക്രട്ടറി K. ബിജു IAS-നെതിരെ കോടതി സ്വമേധയാ കോടതിയലക്ഷ്യ നടപടി ആരംഭിച്ചു. കേസ് പരിഗണിച്ച ജസ്റ്റിസ് A. ബദറുദ്ദീൻ IAS ഉദ്യോഗസ്ഥനോട് വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കളിച്ച് കളിയിൽ മോൻ കയറി വാപ്പയാകുന്നു എന്നാണ് കോടതിയുടെ ചോദ്യം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രത്തിലെ ചർച്ചകൾ ഇനിയില്ല. ഇനി അവരുമായി യാതൊരു ഇടപാടുകൾക്കും താനില്ല. ഇറാനുമായി ചർച്ച ചെയ്ത് സമയം പാഴാക്കുന്നതിൽ അർത്ഥമില്ലെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി ഡയലോഗില്ല, ഓൺലി ആക്ഷൻ. മുന്നിച്ചേക്കണേ കർത്താവ് എന്നാണ് നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചത്. ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്നറിയില്ല. ചങ്ങലിക്കിട്ടിരിക്കുക. ഭ്രാന്താണെന്നാ തോന്നുന്നു. തുർക്കിക്ക് F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി എതിർത്തു. ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ട്രംപ് അങ്കാറയിലെ ഉപരോധങ്ങൾ പിൻവലിക്കുകയും നാറ്റോ സഖ്യകക്ഷിയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തപ്പോഴും ഇത് സംഭവിച്ചു. അമേരിക്കയുടെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് വിൽക്കുന്നത് അംഗീകരിക്കരുതെന്ന് ട്രംപിനോട് വ്യക്തിപരമായി അഭ്യർത്ഥിച്ചതായി ഒരു അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞു. എർദോഗന് F-35 ബോഡി കൊടുക്കും, അതിന്റെ എഞ്ചിൻ കൊടുക്കില്ല എന്നാണത്രേ ട്രംപ് മറുപടി പറഞ്ഞത്. നിയമ തടസ്സങ്ങളില്ലേ അനുവദിക്കാം, അല്ലേ സത്യനാരായണ? ഓക്കെ, തനിക്ക് തോക്ക് തരാം, പക്ഷേ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇല്ല സാർ. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? വ്യാജരേഖ ചമച്ചുള്ള അവയവക്കടത്ത് കേസിൽ ലേക്ക് ഷോർ ആശുപത്രിയുടെ MD-യെ ED ചോദ്യം ചെയ്തു. EDയുടെ കൊച്ചി ഓഫീസിലാണ് നിർണായക ചോദ്യം ചെയ്യൽ നടന്നത്. ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിലേക്ക് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ED കടന്നത്. കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ.
കേരളത്തിലെ 6 പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വ്യാജരേഖ ഉപയോഗിച്ചുള്ള അവയവ കച്ചവടത്തിലെ കള്ളപ്പണ ഇടപാടിലാണ് ED കേസെടുത്ത് പരിശോധന നടത്തിയത്. 6 പോലീസ് സ്റ്റേഷനിലും കുറ്റാരോപിതർ വ്യാജ ആധാർ കാർഡുകൾ നൽകി കള്ളയൊപ്പും ഇട്ടതാവണം സംശയം ബലപ്പെടുത്തിയത്. ഇവനെ നിനക്കറിയോ? ആരെ? അവനാണ് നീ. ഞാനാ? മത്തായില്ലേ? മത്തായിയുടെ മരുമോൻ കോയ. അവൻ കേറി വന്നു. ഇവൻ കോയ, ഞാൻ കോയ. രണ്ടു കോയേ. എന്താണ് ഇത്? വിഴിഞ്ഞം അദാനി ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുകയാണെന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. സതീശന് എല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു. മംഗലാപുരം യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നുവെന്നും ഗോവിന്ദൻ ആരോപിച്ചു. വിഴിഞ്ഞം വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ദേശാഭിമാനിയിലെ വാർത്ത തള്ളിയ ഗോവിന്ദൻ ദേശാഭിമാനിയിലല്ല ആദ്യം വാർത്ത വന്നതെന്നും കൂട്ടിച്ചേർത്തു. ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കണമായിരുന്നു. പാർട്ടി വാർത്തയെ അംഗീകരിക്കുന്നില്ല. പാർട്ടി പത്രത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഭാവിയിൽ വരാൻ പോകുന്നത് മനസ്സിലാക്കിയില്ല. വർഗവഞ്ചകരെ CPM തിരികെ എടുക്കില്ലെന്നും തെറ്റുതിരുത്തിയാൽ എടുക്കുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ദേശാഭിമാനിയിൽ വരുന്ന വാർത്തയൊക്കെ സത്യമെന്ന് വിശ്വസിക്കുന്നതിനെ മടല് വെട്ടി അടിക്കണമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഇതിന്റെ സ്ഥാനം എവിടെ? മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ ബയോപിക് ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ദാദാ ദ സൗരവ് ഗാംഗുലി സ്റ്റോറിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. രാജ്കുമാർ റാവു ആണ് ഗാംഗുലിയായി എത്തുന്നത്. ലോക ക്രിക്കറ്റിന്റെ തറവാടായ ലോർഡ്സിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ജേഴ്സി ഊരി വീശിയ സൗരവ് ഗാംഗുലിയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഫസ്റ്റ് ലുക്ക്. ഗാംഗുലിയുടെ വേഷത്തിൽ എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ ബോളിവുഡ് താരം രാജ്കുമാർ റാവു ആണ്. ഗാംഗുലിയുടെ ജന്മദിനമായ ജൂലൈ 8 പുറത്തിറക്കിയ പോസ്റ്ററിൽ 2002 ഇംഗ്ലണ്ടുമായുള്ള നാറ്റ് വെസ്റ്റ് ട്രോഫി വിജയത്തിന് ശേഷം ലോർഡ്സ് ബാൽക്കണിയിൽ ജേഴ്സി അഴിച്ചു വീശിയ ആ ചരിത്ര നിമിഷം അതേ തീവ്രതയോടെ രാജ്കുമാർ റാവു പുനരാവിഷ്കരിക്കുന്നു. പോസ്റ്റർ പുറത്തുവന്ന നിമിഷം മുതൽ ക്രിക്കറ്റ് ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതേസമയം കേരളത്തിൽ ഫുട്ബോൾ ഇതിഹാസം മുഹമ്മദ് അലിയായി സഖാവ് ബോക്സർ ചിറ്റപ്പൻ അഭിനയിക്കുന്ന മെഗാ ബഡ്ജറ്റ് ചിത്രത്തിന്റെ പ്രാരംഭ ചർച്ചകൾ നടക്കുകയാണ്. നീ ടെൻഷൻ അടിക്കണ്ട. നീ റൊണാൾഡോനെ മാർക്ക് ചെയ്താൽ മതി. ഗോളൊക്കെ അടിച്ചോളാം. ലോകകപ്പിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തി അർജന്റീന ക്വാർട്ടറിൽ കടന്നപ്പോൾ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് സൂപ്പർ താരം ലയണൽ മെസ്സി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന സ്വന്തം പേരുള്ള റെക്കോർഡാണ് മെസ്സി പുതുക്കിയത്. ഈജിപ്തിനെതിരെ നേടിയ ഗോളോടെ ലോകകപ്പിൽ മെസ്സിയുടെ ഗോൾ നേട്ടം 21 ലോകകപ്പിൽ 21 ഗോളുകൾ തികയ്ക്കുന്ന ആദ്യ ഫുട്ബോൾ താരമായി മെസ്സി മാറി. തുടർച്ചയായ 9ാം ലോകകപ്പ് മത്സരത്തിലാണ് മെസ്സി ഗോൾ നേടുന്നത്. ഇതും റെക്കോർഡാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ അർജന്റീനയുടെ ഇതിഹാസ താരം ഡീഗോ മാർഡോണയുടെ റെക്കോർഡും, അതായത് 8 എന്ന റെക്കോർഡും മെസ്സി മറികടന്നു. മത്സരത്തിൽ ക്രിസ്ത്യൻ റൊമാറോ അർജന്റീനയ്ക്ക് നേടിയ ആദ്യ ഗോളിന് പാസ് നൽകിയത് മെസ്സിയായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സിയുടെ 9ാമത്തെ അസിസ്റ്റാണിത്. അതേസമയം മത്സരത്തിൽ നാണക്കേടിൻ്റെ മറ്റൊരു റെക്കോർഡും മെസ്സി കരസ്ഥമാക്കി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ താരമായി മെസ്സി മാറി. ഈജിപ്തിനെതിരായ മത്സരത്തിൽ 15ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ലഭിച്ച പെനാൽറ്റിയാണ് മെസ്സി പാഴാക്കിയത്. ലോകകപ്പിൽ മെസ്സി പാഴാക്കിയ 4ാമത്തെ പെനാൽറ്റിയാണിത്. ഒരു ലോകകപ്പിൽ 2 പെനാൽറ്റി കിക്കുകൾ പാഴാക്കുന്ന ആദ്യ താരവും മെസ്സിയാണ്. പെനാൽറ്റി പാഴാക്കുന്നതിലും റെക്കോർഡ് ഇടുകയാണ് പുള്ളിയുടെ ലക്ഷ്യം. ഐ ആം സോറി. ഞാൻ കരുതിയത് എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.